ഇപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷകളുടെ വർഷമായി നമുക്ക് കരുതാം ബിസിനസ് ലോകത്ത്. ഈ രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിലവിൽ ഈ ബിസിനസ് തുടർന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, SMEകളുടെ കാര്യത്തിൽ ഒക്കെ. അപ്പോൾ എന്താണ് ഈ 2026 നമുക്ക് ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ അവരോട് സാറിന് പറയാനുള്ളത്? എല്ലാ കൊല്ലവും ഒരു പ്രതീക്ഷയാണല്ലോ. ഓരോ കൊല്ലം പുതിയ തുടങ്ങുമ്പോൾ പുതിയ പ്രത്യാശകളൊക്കെ ആയിട്ട് വരിക. അപ്പോൾ 25-ന് മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് 26 ഏറ്റവും നല്ല കൊല്ലമായ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനും നന്നായി ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയില്ലേ, നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോണതിന് മുമ്പ് ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കണം എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഏറ്റവും മനോഹരമാണെന്നാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ ജോലി ചെയ്താൽ അയാളുടെ ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അത് പല പല കാര്യങ്ങൾ കൊണ്ടും, സമ്പത്ത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. നമുക്ക് ആരെങ്കിലും ജോലി തരണം എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു മനോഭാവം ഉള്ളവർക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ ഭംഗിയായി പഠിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. നന്നായി ബിസിനസ് പഠിച്ച് ചെയ്യുക എന്നുള്ള കാര്യം, മറ്റത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ആസ്പെക്റ്റാണ്. ഇപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു ഘടകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബിസിനസ് പഠിക്കുക, അല്ലെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളതിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു, ആ ബിസിനസ് വിജയിപ്പിക്കുകയാണല്ലോ ലക്ഷ്യം. എങ്ങനെയാണ് ഈ ബിസിനസ് പഠിക്കുക എന്നതാണ് ചോദ്യം. നമ്മൾ ഇപ്പോൾ ഒരാൾ എഞ്ചിനീയർ ആവണമെങ്കിൽ 4 കൊല്ലം പോയി കോളേജിൽ പഠിക്കണം. എന്നാൽ ബിസിനസ്സുകാരൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് ചിലപ്പോൾ ബോസിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബോസിന്റെ വളർച്ച കണ്ടിട്ടോ ഇയാളൊരു സ്ഥാപനം തുടങ്ങും. പക്ഷെ ജോലി ചെയ്യുന്ന പോലെയല്ല ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ഒരു ഓൺട്രപ്രനറുടെ മൈൻഡ് സെറ്റും വളരെ വ്യത്യസ്തമാണ് എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഒരു സെയിൽസ്മാൻ ആണെന്ന് കരുതിക്കോളൂ, അയാൾക്ക് സെയിൽസ് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഒരു ഓൺട്രപ്രനർക്ക് അങ്ങനെയല്ല, എല്ലാം നോക്കണം. അയാൾ മാർക്കറ്റിംഗ് നോക്കണം, സെയിൽസ് നോക്കണം, ഓപ്പറേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, HR അറിഞ്ഞിരിക്കണം, ഫിനാൻസ് അറിഞ്ഞിരിക്കണം, ഇതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ശത്രുക്കളെയും അറിഞ്ഞിരിക്കണം, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു വിഷനോടുകൂടി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ മനോഹരമാണിത്.